60 കോടി ബഡ്ജറ്റിലിറക്കിയ ഈ പടം നേടിയത് 20 കോടിയാണെങ്കിലും സമന്തിൻ്റെ അടുത്ത് സംസാരിക്കാൻ സമയം കഴിഞ്ഞിരിക്കുന്നു. ഈ പടം തിയേറ്ററിൽ കണ്ടിട്ട് എന്തിനാ തിയേറ്ററിലേക്ക് വന്നെന്ന് ചോദിക്കുമ്പോൾ അടുത്തുനിന്ന് ഒരാൾ പറഞ്ഞു ഇവിടെ പോപ്കോൺ നന്നായിട്ടുണ്ടാവുന്നു. ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി മിണ്ടാതെ പോയത്. ഒരു പോപ്കോൺ കൂടെ പാർസൽ വാങ്ങിച്ചിട്ട് പോയെന്നെ. എന്താ അതിൻ്റെ ഓപ്പണിങ്ങിൽ ഒരു കുട്ടിനെ പൊക്കിയിട്ട് അങ്ങനെ പറന്നിങ്ങനെ ഏരിയൽ വ്യൂവിൽ വരികയാണ് ഉണ്ടായി. അത് കഴുകല്ലേ കുറ്റി പറന്നിങ്ങനെ വരുമ്പോൾ കുട്ടി ഒരേ ചിരിയാണ്. സംഭവം ഈ കുട്ടി അകത്തുണ്ട്, കുട്ടി ഇങ്ങനെ ചിരിച്ചിട്ട് വരികയാണ്. അത് തന്നെ ഈ കുട്ടി നേരെ കൊണ്ടുവന്നിട്ട് ഒരു മരത്തിൻ്റെ അവിടെ കൊണ്ടുവന്ന് ആ കുട്ടിനെ വെച്ചിട്ട് പോവും. പിന്നെ കുട്ടി അങ്ങോട്ട് ഓപ്പോസിറ്റാണ്. ശരിക്കും എടുത്തിട്ട് വരുമ്പോഴൊക്കെയാണ് കരയേണ്ടത്. ഇത് താഴെ വെച്ചതിന് ശേഷം ഈ കുട്ടി ചിരി നിർത്തിയിട്ട് കരയാൻ തുടങ്ങും. ഏതോ ഒരു ചേച്ചി വെള്ളസാരി ഉണക്കാനിട്ടത് ഈ പിള്ളേരൊക്കെ എടുത്ത് കട്ട് ചെയ്തിട്ട് മുകളിലിട്ടിട്ട് അവിടെ കുറച്ച് പേര് പുല്ല് പറിക്കാൻ നിൽക്കുന്നുണ്ടാവും. ആ പുല്ല് പറിക്കുന്നതിൻ്റെ ഇടയിൽ ഈ കുട്ടി കരയിന് കേൾക്കും. കരച്ചിൽ കേട്ടിട്ട് ഇവർ ഇങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോഴാണ് ഈ കുട്ടീനെ കണ്ടപാടെ അവിടെ ഒരു ഹെഡ് ലീഡർ ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും ഒരു സ്വാമിജി. ആ സ്വാമിജീൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ കുട്ടിയെ കാണിക്കേ എൻ്റെ കുട്ടീനെ കാണിച്ചു കൊടുക്കുമ്പോൾ ആ കുട്ടിക്കൊരു പേരിടും. ആ കുട്ടി വേറെ ആരുമല്ല, നമ്മുടെ സമാന്ത. കുട്ടിയുടെ പേര് ശാകുന്തള. അങ്ങനെ ഒരു ടൈം ലാപ്സ് കഴിഞ്ഞതും കുട്ടി വലുതായി. കുട്ടിൻ്റെ ആ ഒരു ഗ്രാമത്തിൽ കുറേ അറ്റാക്ക് സംഭവിക്കും. നോർമൽ അറ്റാക്ക് അല്ല, ആനിമൽ അറ്റാക്ക്. പണ്ട് കാലമല്ലേ, കാട്ടിൻ്റെ അടുത്തൊക്കെ ആയിരിക്കില്ലേ വീട്. വേറെ അനിമലൊന്നും കിട്ടിയില്ല ഇവർക്ക്. മെയിൻ അനിമൽ തന്നെയാണ് കിട്ടിയത്. അത് വേറൊന്നുമല്ല, പുലി. നാട്ടിൽ വേട്ടയാടി മതിയായിട്ട് നല്ല നേരെ വീട്ടിൽ കയറി വേട്ടയാടാൻ വേണ്ടിയിട്ട് ഒക്കത്തിൻ്റെയും മേലെ ചാടാൻ തുടങ്ങും. അങ്ങനെ ചാടുന്നതിൻ്റെ ഇടയിൽ ഗ്യാപ്പിലാണ് നമ്മളുടെ ഹീറോ എന്നൊരാളത്തിൽ ഉണ്ടാവണ്ടേ. പുള്ളിനെ വെറുതെ ഇങ്ങനെ കിണറ്റിൽ വെള്ളം കോരുന്ന സീനിലൊന്നും കാണിച്ചാൽ പോരല്ലോ, മാസ സീനിൽ കാണിക്കണ്ടേ. അങ്ങനെ പുള്ളി ചാടി വരും. അവിടെ നിന്ന് ചാടി വരില്ല, കുതിര ചാടി വരും. സംഭവം കുതിരനെ പുള്ളിയുണ്ട്. അങ്ങനെ ചാടി വന്ന അമ്പും കൊണ്ടൊക്കെ എൻ്റെ ഒറ്റ വിടലാണ്. നേരെ പുലിൻ്റെ മുകളിൽ കുത്തി ചത്തു. പുലി പടവായി. അങ്ങനെ ഈ ഗ്രാമത്തിനെയൊക്കെ ഈ പുള്ളിക്കാരൻ രക്ഷപ്പെടുത്തും. രക്ഷപ്പെടുത്തിയതിന് ശേഷം പിന്നെ ഈ പുള്ളിക്കാരൻ കുറച്ച് ദൂരം നടന്നൊരു കാടെത്തുമ്പോൾ പറഞ്ഞു നിർത്തിയ പോലെ 2 പെമ്പിള്ളേർ അയ്യോ അവളെവിടെ വെറ്റിങ്ങനെ ഓടും. അവനിങ്ങനെ ആലോചിക്കും ഏതാ അവൾ. അങ്ങനെ ആലോചിച്ച് വട്ടത്തി വന്ന് നോക്കും, പൊട്ടം പൂരം കണ്ട പോലെ. അങ്ങനെ നോക്കുമ്പോൾ ദൂരെ അവിടെ കുറേ ചിത്രശലഭങ്ങളൊക്കെ പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. വാട്ട് എ വണ്ടർഫുൾ ഷോട്ട് എന്നാണ് ഡയറക്ടർ ചിന്തിച്ചത്. പക്ഷേ നമ്മൾക്ക് അങ്ങൊന്ന് കലങ്ങിയില്ല. എന്തോട്ടെ സമന്തൻ്റെ മൈൻഡ് വോയിസ് അയ്യോ പോയേ അങ്ങനെ ആയിരിക്കണം മൈൻഡ് വോയിസ്. എന്തോട്ടെ പുള്ളിക്കാരൻ കാണും, അമ്പ് വിടും. അമ്പിൽ വന്നിട്ട് ഈ മറ്റേ ഈ താമരയൊക്കെ വെച്ചിട്ട് അമ്പ് വിട്ടിട്ട് ചിത്രശലഭങ്ങളിനെയൊക്കെ പറപ്പിച്ചിട്ട് ആ ഫേസ് ഒന്ന് കാണണം എന്നിട്ടിങ്ങനെ നോക്കുമ്പോഴാണ് സമന്ത എന്നിട്ടിങ്ങനെ നോക്കും സമന്ത. പിന്നെ ആ ഷോട്ട് കഴിഞ്ഞതും ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. ഇവൻ വരുന്ന നേരമാണോ എന്തോ എല്ലാ ഗ്രാമത്തിലും പ്രശ്നമാണ്. അങ്ങനെ ഈ സമന്തൻ്റെ ഗ്രാമത്തിലും ആനൻ്റെ അറ്റാക്ക് തുടങ്ങും പുലി കഴിഞ്ഞിട്ട്. പിന്നെ ആന അറ്റാക്കിൽ ഇവൻ പിന്നെ വന്ന സ്ഥിതിക്ക് ഒരു മാസ് എൻട്രി ഇട്ടാലല്ലേ സമന്ത പറയുള്ളൂ. അപ്പം പിന്നെ ഒരു മാസ് എൻട്രി ഇട്ട് ആനനെയൊക്കെ വയറിലൊക്കെ കത്തിയും കൊണ്ടോ കാര്യങ്ങളും കൊണ്ടൊക്കെ കുത്തും. കത്തിയും കൊണ്ടൊക്കെ കുത്തും. ആന ഇങ്ങനെ പടാവണ പോലെയൊക്കെ കാണിച്ചുമ്പോൾ ആനൻ്റെ മുകളിലിരുന്ന് മാസ് എൻട്രി കാണിക്കും. പിന്നെ സമന്ത ലൈറ്റായിട്ട് ഈ ഇമ്പ്രസ്സൊക്കെ ആവും അതൊക്കെ കണ്ടിട്ട്. പിന്നെ ഈ ഗ്രാമത്തിൽ നിന്ന് വേറൊരു ഇടിവെട്ട് ഇഞ്ചി അരച്ചൊരു മൂഞ്ചിയ പാട്ടുണ്ട്. ആ പാട്ടിൻ്റെ ഇടയിൽ കുറച്ച് സംഗതിയൊക്കെ നടക്കും. ഇവർ വെറുപ്പിക്കും, ചാടി വെറുപ്പിക്കും, നടന്ന് വെറുപ്പിക്കും, പിന്നെ എന്തൊക്കെയൊക്കെയോ കാണിക്കും. അതൊക്കെ നമ്മൾ കാണുമ്പോൾ നല്ല വൈബാണ് കേട്ടോ. പക്ഷേ വെറുപ്പിക്കലാണ് സംഭവം. സംഗതി ഡയറക്ടർ ഉദ്ദേശിക്കുന്നത് അപ്പോൾ മറ്റേ പരിപാടികളൊക്കെ നടന്നു കേട്ടാ. എൻ്റെ ഒന്നും മെൻഷൻ ചെയ്യുന്നത് ആ പരിപാടി നടന്നു. ഇവൻ തേച്ചിട്ട് പോയി. തേച്ചു. ഇവൻ നോർമലി തേച്ചില്ല, കല്യാണവും കഴിച്ചു. കയ്യിലൊരു റിങ്ങും ഇട്ട് കൊടുത്തിട്ടാണ് പുള്ളിക്കാരൻ പോയത്. ഒക്കെ പോയിന്നല്ലേ. ചെക്കനൊരു രാജ്യമുണ്ട്, ഇവനൊരു രാജാവാണ്. പിന്നെ ഏതോ ഒരു സാമിയാർ വന്നിട്ട് സാമന്തൻ്റെ അടുത്ത് വരും. സാമന്ത നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി 9 മാസം പ്രഗ്നൻ്റ് ആയിരിക്കും. നേരെ വന്നപാട് സമന്ത മൈൻഡ് ചെയ്യാത്ത ടെൻഷനിൽ സാമിയാർക്ക് തോന്നിയ ഒരു പരിപാടി ഇറക്കിവിടും. അത് വേറൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ പറയുക, പിന്നെ അത് നടക്കും ഇവരുടെ ലൈഫിൽ. ഈ മറ്റേ ശാപം പോലെ. അങ്ങനെ മറ്റേ പുള്ളിക്കാരൻ എല്ലാം മറക്കട്ടെ നിന്നെക്കുറിച്ച് മറ്റൊരു ശാപം അങ്ങോട്ട് വെള്ളം എടുത്തിങ്ങനെ ഒരൊറ്റേറാണ്. വെള്ളം എടുത്തിങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ ഈ വെള്ളം വരും. അടുത്തെത്താനാകുമ്പോഴേക്കും ആ CGI വെള്ളത്തിനെ കട്ട് ചെയ്തിട്ട് ഇപ്പുറത്തുനിന്ന് ആരോ തലയിൽ കൂടെ വെള്ളം കോരി ഒഴിക്കും. നൈസ് ഷോട്ടാണ്, പക്ഷേ ചെറിയൊരു മൂഞ്ചലുണ്ട്. സമന്തയ്ക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. അങ്ങനെ രാജാവിനെ നോക്കി പോകാനുള്ള തയ്യാറെടുപ്പിലാവും. അങ്ങനെ ഇവള് ഒരു കപ്പലിൽ കയറി ഇരിക്കുമ്പോഴാണ് അവിടെ പ്രകാശ് രാജിൻ്റെ ക്യാമിയോ. വാട്ട് എ ബ്യൂട്ടിഫുൾ ക്യാമിയോ. പുള്ളിക്കാരെന്തോ പാടുണ്ട്, എന്താണെന്നൊന്നും അറിയില്ല.
ഇവൾ കൊട്ടാരത്തിനകത്ത് കയറുമ്പോൾ നിന്നെ എനിക്ക് അറിയില്ലടി പട്ടി പറയും മറ്റേ പുള്ളിക്കാരൻ. പറഞ്ഞ ശാപമൊക്കെ പലിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. നമ്മെന്താ ഹ്യൂ ബ്ലഡി റസ്കൽ എന്നെ പറ്റിച്ചൂടാ എന്നിട്ട് കരീണോലേക്ക് കാണിക്കും. പക്ഷേ കരയും. സമത പിന്നെ കയ്യിലൊരു മോതിരം ഉണ്ടല്ലോ, അത് കാണിച്ചു കൊടുത്താൽ ഇവൻ എന്തെങ്കിലുമൊക്കെ വെളിവ് വരും. എന്നിട്ട് കൈ ഇങ്ങനെ തപ്പുമ്പോഴാണ് മോതിരം കാണാണ്ടാവുക. സമന്തിക്ക് കാട്ടിക്കൂടെ വരുമ്പോൾ ഭയങ്കര വിശപ്പാണ്. എൻ്റെ കഞ്ഞിയും പേരും കൂട്ടി കഴിച്ചിട്ട് കൈ കഴുകുമ്പോൾ ആ മോതിരം അങ്ങനെ ഊരിപ്പോവും. അത് ഏതോ ഒരു പോക്കർത്തരം പിടിച്ച മീന് വായും കൊണ്ട് ഒരൊറ്റ മുഴങ്ങലാണ്. ആ മീനിൻ്റെ മൈൻഡ് വോയിസ് ഇങ്ങനെയായിരുന്നു കേട്ടോ. ആളുകളെയൊക്കെ നോടാ, എടാ അന്തസ് വേണടാ, അന്തസ്. ഫുഡാണെന്ന് കരുതി കണ്ണി കണ്ട കാര്യങ്ങളൊക്കെ മുഴുകുകയും ചെയ്തു. എടാ ഓ എന്താ. പിന്നെ ഈ സമന്തനെ ആ രാജ്യം വിട്ട് കണ്ടമഴ ഓടിക്കും. ഇവളിങ്ങനെ ഓടിച്ചാടി പോയി കരഞ്ഞ് തിരിഞ്ഞ് നടക്കുന്ന വഴി ഏതോ ഒരു മീൻപിടുത്തക്കാരന് ആ മീൻ കിട്ടും. ആ മീനിനൊരൊറ്റ വെട്ട് കിട്ടുമ്പോൾ ആ മോതിരം എന്നൊരു പറന്ന് അവൻ്റെ കയ്യിൽ തന്നെ വരും. പിന്നെ ആ മീൻപിടുത്തക്കാരൻ നേരെ അത് ആ കൊട്ടാരത്തിൽ കൊണ്ടുപോയി കൊടുക്കും. കൊട്ടാരത്തിൽ കണ്ടതും ഈ രാജാവിന് പഴയ മറന്ന കിളിയും കാര്യങ്ങളൊക്കെ ഓർമ്മ വരും. അങ്ങനെ മൊത്തത്തിൽ എല്ലാം ഓർമ്മ വരും. ഓർമ്മ വരുമ്പോൾ വെറുതെ നോർമലി വന്ന ഡയറക്ടറിന് കുറച്ച് പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ നിന്ന് കാശ് പൊടിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് വെറുപ്പിക്കൽ ഷോട്ടുകൾ മലൻ്റെ മുകളിൽ, കാട്ടിൻ്റെ ഉള്ളിൽ, പിന്നെ കുറേ CGI കൈൻ മാസ്റ്ററിൽ എഡിറ്റ് ചെയ്ത CGI വർക്കുകൾ കാര്യങ്ങളൊക്കെ കൂടെയൊക്കെ കൂട്ടിയിട്ട് ഓർമ്മ വരും. പിന്നെ ആഫ്റ്റർ ദ സോങ് ഈ യുദ്ധം തോറിനെ വിളിച്ചപ്പോൾ സിനിമയിൽ ഈ സിനിമയിൽ തോറിനെ അഭിനയിക്കാൻ വിളിച്ചപ്പോൾ തോറ് പറഞ്ഞു എനിക്ക് 500 കോടി വേണം പറഞ്ഞപ്പോൾ ആ ഡയറക്ടർ പറഞ്ഞു ഇവിടെ ഭാടവേ 60 കോടിയാണ് പറഞ്ഞപ്പോൾ തോറിനെ വിളിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ത്യൻ വേർഷൻ തോറിന് ഇറക്കാൻ വേണ്ടിയിട്ട് ഏതോ ഒരു ബീഗാരി കൈൻ മാസ്റ്ററിലെ അസറ്റ് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഒരു തോറിന് ഇറക്കിയിട്ടുണ്ട്. ഇതാണ് ആ തോർ. ഫൈറ്റൊക്കെ കഴിഞ്ഞിട്ട് കാട്ടിക്കൂടി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കുട്ടി ഒരു സിംഹത്തിൻ്റെ മുകളിൽ ഇരുന്ന് വരും. എന്നിട്ട് ഇവ ഇങ്ങനെ നോക്കും. അതിൻ്റെ പിന്നാലെ സമന്തയും വരും. അപ്പോൾ കാര്യം പിടികിട്ടും ഇത് വേറെ കാര്യമില്ല, അവൻ്റെ കുട്ടി തന്നെയാണെന്ന്. ഓടിച്ചു വിട്ടപ്പോൾ സമന്ത ഓടി കരഞ്ഞിട്ട് പോയതൊരു പുലിമടയ്ക്കാണ്. പുലി ഓൾറെഡി അവിടെ ഉണ്ട്. പുലി ഒരു ഡയലോഗാണ്, എര തേടി വരുന്ന പുലിയെ കെണി തേടി കൊല്ലണം, അല്ല കെണി തേടി വരുന്ന പുലിയെ എരത് എന്തോട്ടെ. അവിടെ സമന്ത പ്രസവിക്കും. ആ കുട്ടിയാണത്. അതിനൊക്കെ കൂടെ ചേരും. അവസാനം ഹാപ്പി എൻഡിങ്. ഒരു പോപ്കോൺ വാങ്ങിച്ച് എന്തായാലും നന്നായി വീട്ടിൽ പോയിട്ട് കഴിക്കുക.